ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലാണ്, ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ. അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. തോരൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചക്കക്കുരു 20 എണ്ണം, അത് 4ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മുരിങ്ങയ്ക്ക, ഒരു 6 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, 1 കപ്പ് തേങ്ങ. നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു തോരനുള്ള തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, അതിനോട് ഒരു ഉള്ളി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ജീരകം ഇതിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഒരു വെന്തമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിൽ ആ ചക്കക്കുരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അടച്ചു വെക്കാം. ഒരു ചെറു തീയില അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് മുരിങ്ങയ്ക്ക വേഗം വരെ വെക്കാം. മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും വെന്തോന്ന് നോക്കാം. ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പൊന്ന് വേഗം വരെ. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് പൊട്ടിച്ച് ഇടാം. പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാൻ വേണ്ടി. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ട് വരുന്നുണ്ട്. നമുക്ക് വറ്റൽമുളകും ചെറുള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ച് നമുക്ക് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.